നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മകൻ അനിൽ ആന്റണിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വിജയിക്കാൻ പാടില്ല, തോൽക്കുക തന്നെ വേണമെന്നാണ് എ.കെ. ആന്റണിയുടെ പക്ഷം. തന്റെ മതം കോൺഗ്രസ് ആണെന്നും എ.കെ. ആന്റണി പറഞ്ഞു. ആന്റണി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് എ.കെ. ആന്റണി പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ ആയിരുന്നുവെങ്കിലും അതേസമയം താൻ തന്നെ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നാണ് അനിൽ ആന്റണിയുടെ അവകാശവാദം. അച്ഛനോട് സഹതാപം മാത്രമെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയത്. കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അച്ഛൻ സംസാരിക്കുന്നത്. അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ്. പാകിസ്ഥാനെ വെള്ളപൂശാൻ നോക്കിയ ഒരു എംപിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ജൂൺ 4-ന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. ഇത് കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടിരിക്കുമെന്നും അനിൽ ആന്റണി ആരോപിച്ചു. അതുമാത്രമല്ല, കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 15 വർഷമായി പത്തനംതിട്ടയിൽ വികസനം നടന്നിട്ടില്ല. വികസനമില്ലായ്മ മറച്ചുവെക്കാൻ വേണ്ടി ആന്റണി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. തീവ്ര നിലപാടുകളുള്ള ചില വോട്ടുകൾക്ക് വേണ്ടി ആന്റണി ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു. രാജ്യവിരുദ്ധമായ നയങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിലെ ഇന്ത്യൻ ജനത ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത്. 370-ലധികം സീറ്റുകൾ BJP നേടും. ആന്റണി പരാജയപ്പെടും. ഈ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കില്ലെന്നും അനിൽ ആന്റണി പറഞ്ഞു. പത്തനംതിട്ടയിൽ മകനും BJP സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് എ.കെ. ആന്റണി മറുപടി പറഞ്ഞത്. നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചതിന് ശേഷം പ്രചരണത്തിന് ഇറങ്ങുമോ എന്നതിൽ തന്റെ നിലപാട് അപ്പോൾ അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ താൻ പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും അനിൽ ആന്റണി പരാജയപ്പെടുമെന്ന് എ.കെ. ആന്റണി നിലപാട് വ്യക്തമാക്കി. അനിൽ ആന്റണി BJPയിൽ ചേർന്നത് വിരോധാഭാസമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് തെറ്റാണെന്നാണ് മറുപടി പറയുകയും ചെയ്തത്. ഒപ്പം മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് കൂടുതലായി ഒന്നും പറയിപ്പിക്കേണ്ട, കുടുംബവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുതന്നെയായാലും എ.കെ. ആന്റണിക്കും മകൻ അനിൽ ആന്റണിയുടെയും നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.